ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മൈൻക്രാഫ്റ്റിന്റെ പുതിയൊരു വീഡിയോ തുടങ്ങുവാണ്. പുതിയ സീരീസ് വീഡിയോ അല്ല, സീരീസ് തുടങ്ങുവാണ്. എൻ്റെ കൂടെ ഇ എൽ ജി ഓസ് ഉണ്ട്, മാസ്റ്റർമാൻ ഉണ്ട്. അപ്പം ഇത് നമ്മുടെ സീരീസിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് മാസ്റ്റർമാന്റെ ചാനലിൽ വരും. നിന്റെ ചാനലിന്റെ പേര് പറഞ്ഞോടാ. ചാനലിന്റെ പേര് ഗെയിമിംഗ് സ്കോർ. അപ്പൊ ഞാൻ ഫസ്റ്റ് പാർട്ട് താഴെ കൊടുത്തേക്കാം, അല്ല ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്നത് മൈനിങ്ങും പിന്നെ നമുക്കൊരു ബ്രീഡർ കൂടെ സെറ്റ് ആക്കണം. അതാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് മെയിൻ പ്ലാൻ. അപ്പൊ നമുക്ക് വീഡിയോട്ട് പോവാം. അപ്പൊ ഇതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയ വീട്. നമുക്ക് ഇതിന്റെ അകം കാണിക്കാം. ഇതിന്റെ അകത്ത് എന്റെ ഈ മഞ്ഞ ബെഡ് എന്റെ ഈ ദിവസ് ശ്രീയേരിയുടെ, നീല എന്റെ, വെള്ള കൊണ്ട് അവന് പച്ച കളറാ മാസ്റ്റർമാൻ. അത് കിട്ടിയില്ല. പിന്നെ നമ്മുടെ ചെസ്റ്റ് നോക്കിയാൽ കുറച്ച് ഫുഡ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതേ ഉള്ളൂ. പിന്നെ ആരും കാണാതിരിക്കാൻ ഈ നമ്മളെ സിദ്ധാർത്ഥ അടി കുറെ സാധനങ്ങളൊക്കെ ചവറ് വെച്ചിട്ടുണ്ട്. എന്നാരുടെ പ്രശ്നം ഇതാണ്, അടിക്കുക. ആദ്യം കൂട്ടിയിട്ട വില്ലേജൊക്കെ എടുത്തോണ്ട് വരാം. അല്ല, ആദ്യം സ്ഥലം കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം ബ്രീഡറിനുള്ള സ്ഥലം കണ്ടുപിടിക്കാം. വാ, നമുക്ക് വില്ലേജ് അവിടെ അല്ലേ, നമുക്ക് ഇങ്ങോട്ട് പോവാം. ഈ സൈഡ് വാ. ഞാനൊരു 2 ഷവർ ഉണ്ടാക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഞാൻ ഒരു 2 ഫുഡ് ആക്കിട്ട് വരുന്നതിന് കുഴപ്പമുണ്ടോ? എടാ, ഫുഡ് ആക്കിയ വേണ്ട തിരിപ്പുണ്ട്. എടാ, ഫുഡ് കുറവുണ്ട്. ഇല്ല. ഓക്കെ കിട്ടി എടുത്തിട്ടുണ്ട്. ഇവിടെ പയ്യോ, ഇവിടെ അത്യാവശ്യം മാറിയോ. തൽക്കാലത്തേക്ക് ജസ്റ്റ് ചെറുതായിട്ടൊരു ഇതുണ്ടാക്കിയ തൽക്കാലത്തേക്ക്. ഓട്ടോമാറ്റിക് ഒന്നല്ല, ജസ്റ്റ് നമുക്ക് മറ്റേ ക്യാരറ്റ് വല്ലതും ഇട്ട് കൊടുത്ത് വില്ലേജർ ഉണ്ടാക്കുന്ന രീതി സെറ്റാക്കാം. കോച്ച് 178. എടാ, നമ്മുടെ അവിടുന്ന് വീടിന്റെ നേരെ ഫ്രണ്ട്, വീടിന്റെ വാതിലില്ലേ, അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. എടാ, നമ്മുടെ റൂയിഡ് ഹോട്ടലിനൊക്കെ അടുത്തായിട്ടാണ്. ഇവിടെ മതി, ഇവിടെ ഇതിന്റെ ആവശ്യമില്ല. തെങ്ങൊക്കെ വളർന്നല്ലേ? തെങ്ങോ? എവിടാടാ നീ? എടാ ഇവിടെ. എടാ, നിങ്ങളൊരു ഞാൻ ഇവിടെ ക്ലിയർ ചെയ്യാം. ഇതൊന്നും നോക്കാവോ? എന്ത്? മറ്റേ വാണ്ടറിംഗ് ട്രേഡർ വല്ലതും ഉണ്ടോ നോക്ക്, ലീസ് എടുക്കാം. ശരിയാടാ, ശരി ബാബാ, നമുക്കത് തപ്പാം. അവനത് ക്ലിയർ ചെയ്തോട്ടെ. വാണ്ടറിംഗ് ട്രേഡറിനെ അറിയത്തില്ല. മറ്റേ 2 അവന്മാര് മറ്റേ ഇച്ചിരി മുമ്പ് ലാമയായിട്ട് നിൽക്കുന്നുണ്ടല്ലായിരുന്നു? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും ദൂരം കൊണ്ടുവരണ്ടേ? അതെ. അത് കുഴപ്പമില്ല. നമുക്ക് അടുത്താണെങ്കിലേ വില്ലേജിന് അടുത്തായിട്ട് സെറ്റ് ആക്കണം. വേണ്ട വേണ്ടടാ, വില്ലേജിന് അടുത്തായിട്ട് സെറ്റ് ആക്കണോ? വേണ്ട, മതി. ഓക്കെ, വൈ നോട്ട്? യു ഓക്കെ, വൈ നോട്ട്, ബട്ട് ഓൾവേസ് ഓക്കെ.
നമ്മളിപ്പോ ജസ്റ്റ് ഡേട്ട് കൊണ്ട് പണിയാണ്. പിന്നെ നമുക്ക് നല്ലൊരു സെറ്റ് ആക്കാം. തൽക്കാലത്തേക്ക് ഒരു പണിയാണ്. എല്ലാരും അത് പ്രതീക്ഷിച്ചാൽ മതി. അതെ അതെ. അപ്പൊ നമ്മള് തൽക്കാലത്തേക്ക് ഒരു പെട്ടിക്കൂട് പോലെ അടിച്ചു വെക്കാം. നമുക്ക് ഇവിടെ ചെറിയൊരു വാതില് പോലെ കൊടുക്കാം. നമുക്ക് അത്യാവശ്യമായിട്ട് വാണ്ടറിംഗ് ട്രേഡറിനെ തപ്പി പിടിക്കണം. അവനുണ്ടെങ്കിൽ നമ്മുടെ പരിപാടികൾ നടക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടെ ഒന്നാണ്ട് കണ്ടില്ലായിരുന്നോടാ. അതെ, ആ ചെസ്റ്റിലുള്ള സാധനം അവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മളിപ്പോ ഒരു കോസ്റ്റൽ വില്ലേജ് ആണ് കിട്ടിയിരിക്കുന്നത്. കുഴപ്പമില്ല, നമ്മള് കൊറേ കറങ്ങി. എത്ര മണിക്കൂർ, എത്ര 2-3 മണിക്കൂർ ഇരുന്നിട്ട് ഈ വില്ലേജ് തന്നെ കിട്ടിയേ. നമ്മൾ ഇവിടൊക്കെ ഓരോ വില്ലേജറിനെ അടച്ചു വെച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അതിന്റെ അകത്ത് ഇപ്പുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അവന്റെ വീഡിയോ കാണാം. അതെ അതെ. എടാ ഇവിടുന്ന് വില്ലേജർ ഇല്ലേടാ. കണ്ടില്ലേ? അല്ല, വാണ്ടറിംഗ് ട്രേഡർ ഇല്ല. നമ്മൾ അവിടൊക്കെ ഓരോ വില്ലേജറിനെ പൂട്ടിയിട്ടേക്കുവാണ്. നമ്മളെവിടെയോ വില്ലേജർ വാണ്ടറിംഗ് ട്രേഡറിനെ കണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ വീടിന്റെ ആ ഭാഗത്തോടെ നോക്കി നോക്കാം. ഒരു സാക്ക് മണ്ണ് മതിയോ നിനക്ക്? ഓ, അത്രേ മതിയടാ. നീ അതൊന്ന് ഇതാക്കി തന്നാ മതി. ഗ്ലാസ് അല്ലേ? ആക്കി തരാം. ഞാൻ കണ്ട് വാണ്ടറിംഗ് ട്രേഡറിനെ ഉണ്ട്. പക്ഷെ ഇവനെ കൊന്നിട്ട് കാര്യമില്ല. ഇവന്റെ ലാമയെ വേണം കൊല്ലാൻ. അതെ 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 അതെ. കൊന്നേക്കോ, അവനെ തീർത്തേക്കോ. അല്ല, അവനെ തീർത്താലും അടുത്ത വാണ്ടറിംഗ്. അപ്പൊ നമുക്ക് അവന്റെ അടുത്ത വാണ്ടറിംഗ് ട്രേഡർ സ്പോൺ ആവുന്നിടം വരെ നമുക്ക് അവന്റെ കൂടെ മണ്ണ് വെട്ടാൻ പോവാം. എടാ നീ ഇവിടെ നിന്ന് അവൻ വരുന്നുണ്ടോ നോക്കേ. ഞാൻ മണ്ണ് വെട്ടി കഴിഞ്ഞ ഞാൻ ഗ്ലാസ് വെച്ച് തുടങ്ങി. ഗ്ലാസ്സിന് എനിക്ക് വയ്യ. ഞാൻ പോയ ഗ്ലാസും കൂടെ വെക്കട്ടെ. ഫ്യൂവലിന് വല്ലതും ഉണ്ടോ വെക്കേ? എടാ ഒരു 21 കോളുണ്ട്. നീ അത് ബ്ലോക്ക് ആക്കി വെക്കുന്നതാണോ? അല്ലെങ്കിൽ തടി ഒത്തിരി ഉണ്ടെങ്കിൽ നീ അത് സ്ലാബ് ആക്കി വെക്ക്. അത് വെക്കാം, സ്ലാബ് ആക്കി വെക്കാം. ചാടാം. ഇപ്പോഴത്തെ വില്ലേജുകളുടെ പ്രത്യേകത അല്ലേ ഈ ഫൗണ്ടൻ ഒക്കെ. ഞാൻ ഇതുവരെ വേറെ വില്ലേജിൽ എവിടെ ഞാൻ കണ്ടിട്ടില്ല ഈ ഫൗണ്ടൻ. നീ കണ്ടിട്ടില്ല? ഇല്ല 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 ഇല്ല. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഓക്കെ. അപ്പൊ നമുക്ക് ഇനിയിപ്പൊ പോയി വില്ലേജറിനെ കൊണ്ടുവരാം. നമ്മുടെ അടുത്ത പരിപാടി അതാണ്. എടാ നീ ഇവിടെ ഇരുന്ന് ഇതൊക്കെ സിദ്ധാർത്ഥ അവിടെ നിന്നില്ലേ, ഞാൻ കൊണ്ടുവരാം. ബോട്ട് ഒരെണ്ണം ചെസ്റ്റ് ഇരിപ്പുണ്ട്. ബോട്ട് 2 എണ്ണം ചെസ്റ്റിലുണ്ട്. ഒരെണ്ണം ഞാൻ എടുത്തോ, ഒരെണ്ണം നീ എടുത്തോ. ഒരു അത്യാവശ്യമായിട്ട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷവലും ഒരു പിക്കാക്സും വേണം. ഇത് രണ്ടും എന്റെ കയ്യിലെ പൊട്ടിപ്പിക്കും. നമുക്കിനി പോയി ബോട്ട് എടുത്ത് ആദ്യം കൈ കുറച്ച് ബ്ലോക്ക് എടുക്ക. കൂട്ടത്തിൽ വരിക. ഞാൻ പറയണ കയ്യില് വില്ലേജിൽ നിന്ന് ഒരു കത്തില് പൊട്ടിച്ചെടുക്കുന്ന നല്ലതായിരിക്കേ. എന്താണ് നമുക്ക് രാത്രിയാകുമ്പോ ഇല്ല, നമ്മുടെ വീട്ടിൽ കിടക്കുന്ന എടുക്കണ്ട, വില്ലേജിൽ നിന്ന് എടുത്താൽ മതി. ഇല്ല രാത്രിയാകുമ്പോഴേ പെട്ടെന്ന് കിടക്കണ്ടേ, വില്ലേജ് പറഞ്ഞ സോംബി പിടിച്ചോണ്ട്. ഒരു കട്ടില് ഞാൻ എടുത്തു. ഇവിടെ വില്ലേജിൽ നമ്മൾ വന്നപ്പം ഇട്ട ഒരു കട്ടില് കിടപ്പുണ്ട് ഇവിടെ തന്നെ. ഒരെണ്ണം ചെസ്റ്റ് ഇരിപ്പുണ്ട്. ഞാനിങ്ങി വന്നടാ, ഞാൻ വില്ലേജ് എത്തി. അങ്കി അഭിരാമ ചെറിയ എടുത്തോണ്ട് വരണ ചെസ്റ്റിൽ ഒരെണ്ണം ഇരിക്കുന്നേ. ഇല്ല, വില്ലേജിൽ നിന്ന് ഒരെണ്ണം ഉണ്ടാക്കാനുള്ള വൂളും ഉണ്ട്.
ഒരെണ്ണമല്ല, അത്യാവശ്യം ഇതുണ്ടാക്കാനുള്ള പൂള് ചെത്തി വെച്ചിട്ടുണ്ടോ? അതിനകത്ത് ഒരെണ്ണം ഉണ്ടാക്കിയത്, ഒരെണ്ണം ഒരു എന്റെ ഉള്ളത് എനിക്കൊരു പെട്ടുണ്ട്, ഒരെണ്ണം ചെസ്റ്റ് ഇരിപ്പുണ്ട് 2ആയി, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയ 3ആയിട്ടോ കഴിഞ്ഞിട്ട്. ചെസ്റ്റിൽ ഒരെണ്ണം ഉണ്ട്, ഒരെണ്ണം ഞാൻ ഇതേപോലെ ഒരു പാട് പിടിച്ച പണി വേറെ ഇല്ല. എടാ സിദ്ധാർത്ഥ, എനിക്ക് ബോട്ടിന്ന ഒരു ലീശ വന്നേ, ഒരു ലീശ. ആ കൊച്ചി ഇറക്കനെ കയറ്റി ഇരുത്തല്, അവൻ കേറിയവൻ. നീ ഒരു കുഞ്ഞായതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലുന്നില്ല. അപ്പുറത്തറ പൊട്ട, തിരിഞ്ഞു നോക്ക്, തിരിഞ്ഞു പോറേ. ആ കേറി നിന്റെ കട്ടില് നമുക്ക് ഇവന്റെ വീട്ടിലെ കട്ടില് തൽക്കാലത്തേക്ക് ഒട്ടിച്ചെടുക്കാം, ഒന്നും പറയത്തില്ല, അമ്മ ആളാ. അപ്പൊ ഞാൻ ഇവനിൽ നിന്നങ്ങ് തുടങ്ങുവാണേ. ഗ്ലാസും കൂടെ ഇത് എടുക്കട്ടെ. നമ്മൾ ആദ്യത്തെ ബോട്ട് വെച്ചിട്ട് ഈ 2 ബ്ലോക്ക് അങ്ങ് പൊട്ടിക്കുക. അന്നേരം ഇവൻ ഈ ബോട്ടിൽ കയറിയിരിക്കും. ഇനി ഞാൻ ട്യൂട്ടോറിയൽ ലേൺ മൈൻക്രാഫ്റ്റ്. നമ്മൾ ഇനി ലീഷ് എടുത്തിട്ട് ഇതിൽ കെട്ടുക, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഡയറക്റ്റ് ഇങ്ങോട്ട് ആയിട്ട് ഇത്രയും ബ്ലോക്ക് ഹൈറ്റ് ഇല്ല, നമ്മൾ ജസ്റ്റ് ഒരു 2-3 ബ്ലോക്ക് വെക്കുക. അപ്പൊ ഒന്ന് ജമ്പ് ആവും. നമുക്ക് രാത്രി ആവുന്നുണ്ട്, ഒന്ന് കിടന്നാ നല്ലതായിരിക്കും. ഇല്ല രാത്രി ആയിട്ടില്ല. ഓക്കെ, അപ്പൊ രാത്രി നമുക്കിനി കിടക്കാം. ഞാൻ കിടന്നു. വില്ലേജറിനെ കൊണ്ടുപോകുന്ന ഒരു പാടുപെട്ട പണി വേറെ ഇല്ല. കട്ടില് പൊട്ടിച്ച് കയ്യിലെടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ചാവരുത്, ഇല്ലെങ്കിൽ തൊട്ടാ ഫോണിൽ പോയി. വില്ലേജ് നമുക്ക് ഇനിയിപ്പോ ഈ വില്ലേജറിനെ ഇങ്ങനെ കൊണ്ടുപോകണം. എടാടാ, വില്ലേജറിനെ അടിക്കാടാ, മര്യാദയ്ക്ക് കൊണ്ടുപോവാ. നമുക്കൊരു 2 വില്ലേജറിനെ കൊണ്ടുപോയാ മതി. ഞാൻ ഒരുത്തനെ കൊണ്ടുപോയി, 2 പേരെ എടുക്കണോ? ഇല്ല, ഒരുത്തൻ എന്റെ കൂടെ ഉണ്ട്. ഇതൊരുമാതിരി ഉഡായ്പ ബ്രീഡറാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത്. ഉഡായ്പെങ്കിൽ ഉഡായ്പ, നമ്മൾ തൽക്കാലത്തേക്ക് ഉണ്ടാക്കുന്നത് പറഞ്ഞല്ലോ. തൽക്കാലമാണ്, അതുകൊണ്ട് നമ്മള് ഒരു അടിപൊളി സംഭവം വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് നമ്മുടെ ELGOസിന്റെ ചാനലിൽ കാണാം. പ്രമോഷനൊക്കെ നമ്മൾ നടത്തി. ഞാൻ പറഞ്ഞാൽ അവന്റെ ചാനൽ ഒപ്പൻഡർ ഗെയിമിംഗ് എന്നാണ്. എന്റെ ലീച്ച് പൊട്ടി, അത് എടുക്കല്ലേ കുട്ടാ. ആരോടാണ്? നിങ്ങൾ പുതിയൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക. നമ്മൾ ഈ പാത്താക്കി വെച്ചേക്കുന്നതും ഗ്രാസ് ഉള്ളതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അത് ഒരു ബ്ലോക്കായിട്ട് ഇത് കൺസിഡർ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ബ്ലോക്ക് വെച്ച് പൊങ്ങിയിട്ട് വേണം നിൽക്കാൻ. എടാ, പോന്ന വഴിക്ക് വീട്ടിലൊന്ന് റീസ്പോൺസ് ആക്കിയിട്ട് പോണേ. ഓക്കെ, നമ്മൾ ഈ
അന്നേരം എന്തോ വാക്കൊക്കെ അഭിരാമാണ് പറയുന്നത്. ഇത്രയും പോരെ അതിന് കേറാൻ. ചുമ്മാ പൊട്ടിച്ചപ്പോ ഒരു ഇച്ചിരി ഓക്കെ. എടാ ഇവിടെ വരെ വന്നാ ആ ജോലി വിട്ടോളും, പൊട്ടിച്ചു മാറ്റമൊന്നും വേണം. അംബാനി വൈബാണ്. സക്സസ്ഫുള്ളി ഞാൻ എന്റെ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ബെഡ് ഇട്ടു, ബെഡുമായിട്ട് അവൻ ലിങ്ക് ആയിട്ടില്ല. കാര്യം ഇവന്റെ കട്ടില് എവിടെയോ കിടപ്പുണ്ട്. നമ്മള് വില്ലേജിൽ പോയിട്ട് കട്ടിലെല്ലാം മാറ്റി പൊട്ടിച്ചു വെക്കണേ. കട്ടിലല്ല പ്രശ്നം, നമ്മുടെ കട്ടിലായിട്ട് അവന്മാര് ലിങ്ക് ആയിട്ടുണ്ട്. എന്റെ ലിങ്കുമായിട്ട് എന്റെ നമ്മള് കൊണ്ടുപോയ കട്ടിലുമായിട്ട് ഇവൻ ലിങ്ക് ആയിട്ടുണ്ട്. കുഴപ്പമില്ല. ഇനി നീ കൊണ്ടുപോയി ആ കട്ടിലുമായിട്ട് ലിങ്ക് ആക്കിയാണ്. നമുക്കപ്പൊ അവൻ കൊണ്ടുപോയിരുന്ന ശ്രീധനം എന്തുവാന്ന് നോക്കാം. എന്റെ ശ്രീധ എടാ ഒരേ വിഭാഗമാണ്. ഇത്തിരി ചെറുതാണല്ലോ, ഒന്ന് വളരണം. അതൊന്ന് വളരണം. ഇത് വളർന്ന ശ്രീധനമാണ്. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ തീരെ ഉത്തരവാദിത്വം ഇല്ലാത്തൊരു ആളാണ് ശ്രീഹരി എന്ന് പറയുന്നത്. കാര്യം വീടൊക്കെ തുറന്നിട്ടിട്ടാണ് വരുന്നത്. പിന്നെ രാത്രിയായിട്ടുണ്ട്. എടാ വന്ന് കിടക്ക്. എന്റെ കട്ടിലുണ്ട്. ശരി എന്നാ അവിടെ കിടന്നോടാ, ഞാൻ ഇവിടെ കിടന്നു. ഞാൻ വീട്ടിലെത്തി. അത് കഴിഞ്ഞു. ബാഡി രാത്രിയാ വന്നിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ വീടെല്ലാം പണി, പക്ഷെ നമ്മൾ വീട്ടിൽ ഒട്ടും ചെയ്യാത്ത ഒരു സംഭവം ഉണ്ട്. നമ്മൾ ഇതുവരെയായിട്ടും വീട്ടിലൊരു ലൈറ്റ് വെച്ചിട്ട്. ഇവനും കട്ടിലായിട്ട് ലിങ്ക് ആയിട്ടുണ്ട്. വേഗം കിടക്ക്. എടാ വേഗം കിടക്കടാ, സോംബി വരുവാടാ. കിടന്നിട്ടുണ്ട്. ആ ബോട്ടേന്ന് പൊട്ടിക്കല്ലേ, അവന്മാര് പോവങ്ങ്. അപ്പൊ നമുക്കിനി അടുത്തതായിട്ട് വേണ്ട ഒരു ട്രാപ്പ് ഡോറും കുറച്ച് ലാഡറും ആണ്. ക്രീപ്പറും എല്ലാം പൊട്ടിയിട്ടുണ്ട്. അത് ഞാൻ അത് തുറക്കല്ലേ, അതിന്റെ അടി വലിയൊരു ബുക്കയാ, ഞാൻ മൂടി വെച്ചേക്കുവാ. ഇങ്ങനാണോ മൂടുന്നത്? ലെവലായിട്ട് മൂടണ്ടേ? പിന്നെ എന്റെ ഉള്ള സാധനം വെച്ച് ഞാൻ അതിനെ കൊണ്ടുവരാൻ നോക്കുക. നമുക്കപ്പൊ ലാഡർ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? നിനക്ക് എത്തിക്കാനുള്ളവനായിട്ട് ഇവിടെ നിൽക്കുന്നതാ. ഇവൻ ജോലി മാറിയായിരുന്നു. ഇവന്റെ ജോലി മാറിയായിരുന്നോ? ജോലി മാറി. അതെന്തായാലും കാര്യമാണ്. കട്ടില് ഞാൻ എങ്ങനെ കണ്ടെത്തുന്നു? ഇല്ല, ആ 2 കട്ടിലും നീ പൊട്ടിച്ച് അവിടെ വെച്ചാൽ അവന്മാര് പിന്നെ റീലിംഗ് ആയിക്കോട്ടെ. ആകെ ഒരു കട്ടിലേ ഉള്ളൂ ഇവിടെ. നീ അത് നോക്ക്. ഞാൻ ഇച്ചിരി പരിപാടിയിലാണ്. ട്രാപ്പ് ഡോർ ഉണ്ടാക്കാൻ എന്നാ കാണും. എടാ ഈ ഒരു കട്ടില് മാറ്റി വേറെ കട്ടില് വെക്കുവോ? ഇല്ല, ആ ഒരു കട്ടില് തന്നെ. പിന്നെ വേറെ കട്ടില് വെക്കാമാർക്ക്. അല്ല, ആകെ ഒരു കട്ടിലേ ഉള്ളൂ. 2 കട്ടില്. നിന്റെ ഓൾറെഡി ഒരു കട്ടിലില്ലേ? ആ കട്ടിൽ അവിടെ പ്ലേസ് ചെയ്യും. ഞാനങ്ങനല്ലേ വെച്ചേ. എടാ മോനെ, മതിയടാ, സാൻഡ് മതി. നീ ആ ഗ്ലാസ് ഒന്നും നിറക്കി. ഇല്ല, ഞാൻ വെച്ചോ. അവൻ ലിങ്ക് ആയിട്ടുണ്ട്. മണ്ടമുള്ള സെറ്റായോ? അത്രേ ഉള്ളു. പക്ഷെ അവരുടെ ജോലിയിൽ നിന്ന് അവര് വിട്ടുമാറിയില്ല. ജോലിയുടെ ആവശ്യമില്ലല്ലോ അതിന്. അതേതൊരു ജോലിയല്ലേ? അല്ല, ജോലിയിൽ നിന്ന് വിട്ടുമാറിയില്ല. അതുകൊണ്ട് അത് ഓടി വന്ന് ഈ ജോലി ഉള്ളിടത്തോട്ട് ഓടി വരുമോ എന്നതിലൊരു സംശയമുണ്ട്. ഇല്ല, അത് പേടിക്കണ്ട. നീ അന്ന് പൊട്ടിച്ചാ നല്ലതായിരിക്കുവേ. ബാറിലൊന്ന് പൊട്ടിച്ചാ കൊള്ളാം. ഇനി കുറച്ചു നേരത്തേക്ക് ഇങ്ങോട്ട് ആർക്കും പ്രവേശനം ഇല്ല. പൊട്ടിച്ചു വെച്ചു. 2 ബാറിലും പൊട്ടിച്ചു വെക്കല്ലേ. വെച്ചു. നീ ഓൾറെഡി ജോബ് ഉള്ളവനെയും കൊണ്ടാവാം അന്ന്. അതെ. അതുകൊണ്ടാവും സംഭവം. ഓൾറെഡി അരേ ബായ്, അവന് കൃഷിയായിരുന്നു. എന്നാ നീ പോയി അത് പൊട്ടിച്ചു വെച്ചിട്ടോ. പൊട്ടിച്ചു.
എവിടാ? നമ്മുടെ വീട്ടിലേ അല്ല, പിന്നെ വില്ലേജിൽ നിന്ന് പോയിട്ട് വാ. ആ കൃഷി ഉള്ളതോ? അവനാ ആ അവനാ കൃഷിയിൽ നിന്ന് മാറിയാണ് നമ്മുടെ ഈ ജോലി എടുത്തത്, നമ്മുടെ വീട്ടിലെ ബാരല്. എടാ എനിക്കും കാണണം എന്താണ് ഇവിടെ നടക്കുന്നത്. ഒരാൾ നോക്കി നിക്കേ, രണ്ടാൾ നോക്കി നിക്കേ. എടാ മാറടാ, എടാ ബ്ലോക്ക് വെറുതെ വെക്കണ്ടാ, സോമ്പി ഒന്ന് കേറി പോടാ. സോമ എന്തായാലും മേളിൽ നിൽക്കുന്നല്ലേ ഉള്ളൂ. അത് സ്റ്റെപ്പ് പോലെ മേളി പണിഞ്ഞ് വന്ന് വെക്കുന്നോ. വായി വെള്ളം ഇറക്കിക്കൊണ്ട് നിൽക്കത്തല്ലേ ഉള്ളൂ സോംബി. അയ്യോ, ഇനി നമുക്ക് കുറച്ചധികം കട്ടിലുണ്ടാക്കണം, എന്നെങ്കിലേ പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ. അതെ അതെ അതെ. അപ്പം ശ്രീരി നമുക്ക് കുറച്ച് ഷീപ്പുകളെ കൊല്ലേണ്ടതായ ആവശ്യം വരുന്നു. അതെ 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 അതെ. പെണ്ണിനെ കെട്ടിച്ച സ്ത്രീധനത്ത് കത്തിരുമോ അളിയ. ഷീപ്പിനെ വേണ്ട, എന്റെ വൂളുണ്ട്, ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. എത്ര കട്ടില് സെറ്റാക്കി? 11 വൂൾ എന്റെ കയ്യിലുണ്ട്. പോരെ? ഇത് പോരെ? 3 വോള് വീതം 3, 6, 9, 3. 12. 4 കട്ടിലുണ്ടാക്കാം. 4 അതെ കട്ടിലുണ്ടാക്കാം. ആ 3 കട്ടിലോട്ട് എന്താകാനാ? 3 കുഞ്ഞുങ്ങളാകും, അത് മതിയോ? എന്താടാ മതി ബ്രോ. ഇതിന്റെ എല്ലാം വൈറ്റ് ആണോ ഇരിക്കുന്നത്? എനിക്ക് എന്റെ 2 ഉണ്ട്, എന്റെ 3 എന്റെ 3. അപ്പൊ നമുക്ക് ഇനിയിപ്പം കട്ടിലുണ്ടാക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ള പ്ലാങ്ക്സ് എല്ലാം നമ്മൾ ഇവിടെ വെക്കുക. എത്രേ ഉള്ളോടാ? 3 ഉള്ളു. ഞാൻ തപ്പുവോ? ഇല്ല ഇത് മതി 4 കട്ടിലിനുള്ളതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി കട്ടിലെല്ലാം കൊണ്ടുപോയിടാം. ഇല്ല, നീ ഉണ്ടാക്കി, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വില്ലേജറിന്റെ ആവശ്യമുണ്ട്. അവന്റെ വല്ലതും ഉണ്ടോ ചോദിച്ചേ? എന്റെ ഇല്ല. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യും ബാനു. ഇങ്ങനെ ഷീപ്പിനെ കൊല്ലണോ? കൊന്നോ, നമുക്ക് ആവശ്യമുണ്ട്, നല്ല രീതിയിൽ ആവശ്യമുണ്ട്. നമുക്ക് അടുത്തതായിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ഫാം പോലെ തുടങ്ങിയാൽ കൊള്ളാവേ. എന്ത് ഫാം? ഇതുങ്ങളെ ഇതാക്കണ്ടേ? അയ്യോ ശരിയാ. എന്തോ ഫാമാടാ? ഫാമല്ല, നമ്മുടെ വില്ലേജ് ജസ്റ്റ് ഒന്ന് ലൂട്ടുവോ? വില്ലേജിൽ ജസ്റ്റ് ഒന്ന് ലൂട്ടി കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് ബ്രെഡ് കിട്ടും. ബ്രെഡ് കിട്ടിട്ട് ബ്രെഡ് കൊടുത്താൽ മതി. ശരിയാണ്. അതല്ലടാ, ഇപ്പൊ ഫാമെന്ന് ഉദ്ദേശിച്ചത് ഇവൻ നമുക്ക് തൽക്കാലത്തേക്ക് കുറച്ച് ഇപ്പൊ ഒരു ഫെൻസ് ഒക്കെ വെച്ചിട്ട് കുറച്ച് കോഴിയും കുറച്ച് പശുവും കുറച്ച് ഇതുള്ള ഒരു ഇത് പണിയാണ്. അതല്ല, പിന്നെ നീ എന്താ ഉദ്ദേശിച്ച ഫാം? വീറ്റും പൊട്ടറ്റോയും ക്യാരറ്റും. അതും വേണം, ഇതും വേണം. ബേസിന് വേണ്ട കാര്യങ്ങളാ ഇത്. ഫുഡിന് വേണമെങ്കിൽ നമുക്ക് ഇവന്മാരെ ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ട്. ഇവന്മാരെ ബ്രീഡ് ചെയ്യിക്കാൻ മട്ടൻ കൊടുത്താൽ ഉണ്ടാവത്തില്ല. ഓ ഇവന്മാരെ അതല്ലടാ ഞാൻ ഉദ്ദേശിച്ചേ. ഇവന്മാരെ ബ്രീഡ് എടാ കുതിരയൊന്നും കൊല്ലല്ലടാ, അതിന് വലിയ കുടുംബമൊക്കെ. നീ അതിന്റെ പക്ഷത്തിൽ നിന്ന് ആലോചിച്ച് നോക്കും. നീ അവരുടെ കുടുംബത്തിലെ ഒരു മെയിൻ ആളെയാ കൊന്നതെങ്കിൽ നീ ബാക്കിയുള്ളവരെങ്ങനെ ജീവിക്കും? മോശം. ഇവിടെ ഒരു കുതിരയെ കൊന്നടാ, ആ കുതിരയുടെ കുടുംബക്കാര് നീ എന്തോ ചെയ്യും? കഷ്ടം. നീ ഇത്രയ്ക്ക് ക്രൂരനായ കേക്കണ്ട. കല്ലിന്റെ കഥ കേട്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു കല്ല് ചെറുക്കൻ ഒരു കടലിലോട്ട് എടുത്തെറിയുന്നു. അപ്പൊ കല്ലിന്റെ വീട്ടുകാര് കല്ലിനെ അന്വേഷിച്ച് നടക്കുന്നു. കേട്ടിട്ടില്ലേ? കട്ടില് 4 വൂളുണ്ട്, ഇരിപ്പുണ്ട്. 2 എന്റെ. നീ കട്ടിലുണ്ടാക്കി അവിടെ വെച്ചാ
കൃഷി 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 ഓക്കെ. കൃഷി ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, ഇവർ രണ്ടുപേരും ജോബ് എടുത്തിട്ടുണ്ട് നമ്മുടെ ബാരിൽ. കൃഷിയും കൂടെ സെറ്റാക്കി നമുക്ക് നടത്താവേ. ആ ബാറിൽ കൊണ്ട് നമുക്ക് ഇതിന്റെ അകത്ത് വെച്ചാലോ? നമ്മുടെ വീട്ടിൽ ബാറിൽ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് അവിടെ കൊണ്ടുവെക്കാം. അതാകുമ്പോ അവന്മാർ അങ്ങോട്ട് വരാനുള്ള ടെൻഡൻസി കുറയും. എന്താണ് അഭിപ്രായം? കൊല്ലടാ ഇതിനെ എടാ വന്ന് കടക്കണേ. രാത്രിയൊന്നും ആയൊന്നും ഇല്ല. എടാ വാടാ കിടക്കടാ, രാത്രി ആവാറായി. നമുക്കൊരു സൺസെറ്റ് കണ്ടാൽ എന്താണ് പ്രിയരി അഭിപ്രായം? താല്പര്യമില്ല. ഞാൻ കണ്ടോളാം. വളരെ നന്നായിട്ട് അളഞ്ഞ സ്ഥിതിക്ക് സൂര്യൻ ഇങ്ങനെ വെള്ളത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരാളെ ആരാണ് അതാ എനിക്കറിഞ്ഞു. വാട്ട് ഹാപ്പൻസ്? എന്റെ നാളിക്കകത്തൊക്കെ കുടുങ്ങി കിടക്കുന്ന ഓക്കെ. എടാണ്ട് ജസ്റ്റ് ഓർമ്മ പോകണ്ടേ. ബാബാ ഇങ്ങോട്ട് പോരെ. അപ്പൊ നമ്മൾ ഐശ്വര്യമായിട്ട് ആദ്യത്തെ ഫുഡ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. വില്ലേജിലല്ല, ഇവിടെ ഇങ്ങോ. അതാണ് എന്റെ പേര്. ഞാൻ ഇവർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റിനുള്ളിൽ സംഭവം സെറ്റ് ആവും. ഇപ്പുറത്തെ സൈഡിൽ നീ നമ്മുടെ അപ്പുറത്തോട്ട് ബ്രീഡർ അങ്ങനെ സക്സസ്ഫുൾ ആവും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഒളിഞ്ഞു നോക്കാം. നീ പടിഞ്ഞാറൊന്നും പറയില്ല, എനിക്ക് മനസ്സിലാവത്തില്ല. നമുക്ക് ഇവിടെ നമുക്ക് വെള്ളം കോരിക്കൊണ്ട് വരാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ വെള്ളത്തിന്റെ അടുത്തായിട്ട് ഹോ ചെയ്യുന്നതാണ് ബെറ്റർ. നമ്മൾ ഇവരുടെ പരിപാടി എന്താ എന്റെ കട്ട വെച്ചു. നമുക്ക് ഇച്ചിരി നേരം മാറി നിൽക്കാം. ഇവിടെ നീ ലെവൽ ചെയ്തോ, ഞാൻ ഹോ ചെയ്ത് തുടങ്ങി. ലെവൽ ചെയ്തു. നമുക്ക് ഇവിടെയുള്ള പന്നികളെ എല്ലാം ഓക്കെ അതെന്റെ തന്നെ കേറി. നീ ഒന്ന് ലെവൽ ചെയ്തേ. ഒത്തിരി അങ്ങോട്ട് ലെവൽ ചെയ്യണ്ട, കാരണം വെള്ളം എത്തത്തില്ല. വെള്ളം എത്തുന്ന കുറച്ച് ഏരിയ ഉണ്ട്. ഒരു 4 ബ്ലോക്ക് വെള്ളത്തിൽ നിന്ന് 4 ബ്ലോക്ക്. അതാണ് ഇവിടുന്ന് അങ്ങോട്ട് കുഴിച്ചൊരു ഇവിടെ നീ ഒന്നും ചെയ്യല്ലേ. ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു ഹോൾ അവിടെ നീ വെള്ളം ഇങ്ങനെ കൊടുത്ത് ആവേണ്ടതാണ്. ഞാൻ ചെയ്യുന്നതാ. താണ്ട് ഇവിടെ ഇത് വെള്ളം എത്തുന്നിടം വരെ അങ്ങ് പൊക്കോട്ടെ കേട്ടോ. നമ്മുടെ വില്ലേജറിന് കുറച്ച് ഫുഡ് കൊടുത്തിട്ടുണ്ട്. എന്തായി എല്ലാം സെറ്റായ? ഇനി അവരുടെ പരിപാടി ഞാൻ നോക്കണം. ഞാൻ അന്നേരത്തേക്ക് ഇവിടെ കുറച്ച് ഫുഡ് ഞാൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുള്ള സംഭവം സെറ്റ് ആക്കണം. ഞാൻ അപ്പത്തേക്ക് എന്താണ് ഇത് ചെയ്തോണ്ടിരിക്കുക, കൃഷി നടുക. മറ്റേ അവിടുന്ന് വില്ലേജിൽ പോയിട്ട് അവിടുത്തെ നെല്ലും കതിരും വെതിരും ഒക്കെ പറിച്ചെടുത്ത് നമുക്കിനി ഇപ്പൊ നമ്മളെ ബ്രീഡർ വരെ ഒന്ന് പോയി നോക്കാം. അത് വർക്കാവേണ്ടതാണ് കാര്യം. അവർക്ക് ക്യാരറ്റും പൊട്ടറ്റോയും കൊടുത്താൽ സെറ്റ് ആവണ്ടല്ലേ? അതെ. അവർക്കിനി പുതിയ സ്ഥലമാണ്, പുതിയ കട്ടിലാണ്. അവരുടെ കട്ടിലല്ല, പുതിയ അന്തരീക്ഷം. നമ്മൾ വന്നു നോക്കുമ്പോ ഇതുവരെയായിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല. നമുക്കെന്നാൽ പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ആ ജോബ് ഇവിടെ വെച്ചോണ്ടാന്ന് തോന്നുന്നു രണ്ടും ആ ജോബിന്റെ അവിടെ തന്നെ നിൽക്കുവാണ്. ജോബിന്റെ തിരക്കിലായിരുന്നു. ജോബൊന്നുമില്ല, ഞാൻ ഇപ്പൊ ആ ജോബ് അങ്ങ് പൊട്ടിച്ച് ഇവരുടെ ജോബ് മറ്റേ പരിപാടി തീരും. പക്ഷെ അത് ഇതാവത്തില്ല.
ബീർ വാങ്ങിക്കുക രണ്ടിനും. ഓക്കെ, ഇപ്പൊ രണ്ടുപേരും ഫ്രഷ് വില്ലേജേഴ്സാ. ഇനിയും പരിപാടി നടത്തിക്കോളും. ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. പറയടാ. ബൈ ബൈ. ബൈ ബൈ.